നമസ്കാരം. താളത്തിൻ്റെ താളം എന്ന എൻ്റെ വീഡിയോ പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക്, അതായത് 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ 4 എപ്പിസോഡുകളും സസൂക്ഷ്മം വിശകലനം ചെയ്തെന്നും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന വിശ്വാസത്തിലുമാണ് 5ാമത്തെ എപ്പിസോഡിലോട്ട് പോകുന്നത്. ഈ ഒരു പരമ്പരയുടെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പതിപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നു. ഇതുവരെ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ച 5 ഗതികളിൽ 3 ഗതികളെക്കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും 2 ഗതികളാണുള്ളത്, മിശ്രവും സങ്കീർണവും. സ്വാഭാവികമായിട്ടും പലർക്കും ഒരു സംശയം വരുന്നുണ്ട്, ഞാൻ ഈ കീർത്തനങ്ങളൊന്നും ഉദാഹരണമായിട്ട് പറയുന്നില്ല എന്നുള്ളത്. അത് നമ്മുടെ കർണാടക സംഗീതത്തിൽ ഗതികൾ എളുപ്പം മനസ്സിലാക്കുവാൻ ഉദാഹരിക്കാനായി കീർത്തനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ചലച്ചിത്ര ഗാനങ്ങൾ, മറ്റ് ഉദാഹരണങ്ങൾ, വൃത്തങ്ങളൊക്കെ ഞാൻ എടുക്കുന്നത്. വളരെ സാധാരണക്കാരായ ആസ്വാദകരെ താളത്തിൻ്റെ കൂടുതൽ അറിവുകൾ നൽകുവാൻ വേണ്ടിയാണല്ലോ ഈ എപ്പിസോഡ്. അപ്പോൾ ഞാൻ അതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഭാവിയിൽ ഞാൻ ഈ താളങ്ങളിലും കീർത്തനങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഒരു പരമ്പര ചെയ്യുന്നതാണ്. അതിനുവേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ അടുത്ത ഗതിയിലേക്ക് പോവുകയാണ്. ഇനി പറയാൻ പോകുന്നത് മിശ്രഗതിയാണ്. അതായത് 7. മുൻപ് 3 ഗതികൾ ചതുരശ്രം, തിശ്രം, ഖണ്ഡം ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഉദാഹരിക്കുവാനായി വൃത്തങ്ങളുടെ സഹായം എടുത്തിരുന്നു. നിർഭാഗ്യവശാൽ ഈ മിശ്രം പറയുവാൻ മലയാളത്തിൽ നല്ലൊരു വൃത്തം കിട്ടുന്നേ ഇല്ല. എൻ്റെ അറിവിൻ്റെ പരിമിതിയായിരിക്കാം. ഉഷ്ണിക് എന്നൊരു വൃത്തം സംസ്കൃതത്തിലുണ്ടെന്നും അത് 7 ആണെന്നും മനസ്സിലായി. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു വിശദമായ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ സാധാരണ പറയുന്ന പോലെ അത് അറിയാവുന്നവർക്ക് താഴെ കമൻ്റായിട്ട് അതൊക്കെ ചെയ്യാം. എല്ലാവരുടെയും ഒരു കൂട്ടായ ചർച്ച വരുമ്പോൾ കൂടുതൽ അറിവുകൾ എനിക്കും നിങ്ങൾക്കും ഇത് കാണുന്ന എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഇപ്പോൾ എനിക്ക് വൃത്തമൊന്നും ഉദാഹരിക്കാനില്ല. ചന്ദ്രശേഖരാഷ്ടകം എന്ന് കേട്ടിട്ടുണ്ടാകും. അത് മൃകണ്ഡു മഹർഷിയുടെ മകനായ മാർക്കണ്ഡേയൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. അതെടുക്കാനായി യമധർമ്മൻ എത്തുമ്പോൾ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ചന്ദ്രശേഖരാഷ്ടകം. അത് ഒരു മിശ്രഗതിക്ക് നല്ല ഉദാഹരണമാണ്. ചന്ദ്രശേഖര 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 പാഹിമാം, ചന്ദ്രശേഖര 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 രക്ഷമാം. അങ്ങനെയാണത് തുടങ്ങുന്നത് ചന്ദ്രശേഖരാഷ്ടം. അതിനകത്ത് അതുപോലെ തന്നെ മത്തവാരണ മുഖ്യ ചർമ്മകൃതോത്തരീയ മനോഹരം പങ്കജാസന പത്മലോചന പൂജിതാംഗ്രി സരോരുഹം ദേവസിന്ധു തരംഗ ശ്രീകര സിക്തശുഭ്രജടാഭരം ചന്ദ്രശേഖരമാശ്രയേ മമ കിം കരിഷ്യതി വയ്യമാ. ഇത് പറഞ്ഞിട്ട് തക്കിട്ട തക്ക തിമ്മി തക്കിട്ട തക്ക തിമ്മി, അതായത് ത കി ട ത ക ദി മി 7 7ൻ്റെ ആ പാറ്റേണാണ് ഈ ചന്ദ്രശേഖരാഷ്ടത്തിൽ വരുന്നത്. ഇത് നമുക്കൊരു സിനിമാ പാട്ടല്ലാതെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ഉദാഹരണമാണ്. ഇനി പതിപോലെ നമുക്ക് ഗാനങ്ങളിലേക്ക് പോകാം. നമ്മൾ പഴയ ഒരു സിനിമാ ഗാനമാണ് ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. ഇത് ഈ മിശ്രഗതിക്കൊരു ഉദാഹരണമാണ്. തക്കിട്ട തക്ക തിമ്മിന്ന് കൂടെ പറയാം നമുക്ക്. അതുപോലെ വേറൊരു ഭക്തിയാണ്, ഫേമസ് ആണത്. വടക്കും നാഥ സർവം നടത്തും നാഥ നിൻ്റെ നടയ്ക്കൽ ഞാൻ സാഷ്ടാംഗം നമിപ്പൂ ദേവ. അങ്ങനെ ആ പാട്ടും ഈ മിശ്രഗതിക്ക് ഉദാഹരണമാണ്. പിന്നെ കുറേ സിനിമാ ഗാനങ്ങൾ മിശ്രത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഖണ്ഡത്തിനേക്കാൾ കൂടുതൽ മിശ്രത്തിൽ എല്ലാ സംഗീത സംവിധായകരും ധാരാളം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. KP ഉദയഭാനു സംഗീതം ചെയ്തൊരു പാട്ടുണ്ട്, കിളി ചിലച്ചു കിലുകിലെ കൈവള ചിരിച്ചു. അത് മിശ്രഗതിയാണ്. അതുപോലെ തന്നെ സലിൽ ചൗധരിയുടെ പൂമാനം പൂത്തുലഞ്ഞേ പൂവള്ളി കുടിലെന്തേ കരളുണർന്നോ കിളി. അതുപോലെ തന്നെ കണ്ണൂർ രാജൻ്റെ ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ. അതുപോലെ ജോൺസൺ മാഷിൻ്റെ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. രവീന്ദ്ര മാഷിൻ്റെ
ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ്റെ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ അങ്ങനെ വരും ആ പാട്ട്. അതെല്ലാം മിശ്രഗതിക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ അടുത്ത കാലത്ത് AR റഹ്മാൻ്റെ ഒരു മലയാള ഗാനം പെരിയോനെ റഹ്മാനെ, എനിക്ക് ആ പാട്ട് പാടാനറിയില്ല. ആ പാട്ടും മിശ്രഗതിയാണ്. തമിഴിലെടുത്തു കഴിഞ്ഞാൽ ഇളയരാജയുടെ പ്രശസ്തമായ മനസ്സു മയങ്ങും മൗനഗീതം ടക്കിട്ട തക്കതിമേ, മനസ്സു മയങ്ങും മൗനഗീതം പാട് മന്മഥക്കരൈ, അങ്ങനെ പോകും ആ ഗാനം. അത് മിശ്രഗതിയാണ്. അതുപോലെ തന്നെ രാജാ സാറിൻ്റെ വീണ്ടും വീണ്ടും വാ വീണ്ടും വീണ്ടും വാ, അത് പിന്നെ ഗംഗക്കര മണ്ണിനടി അങ്ങനൊരു പാട്ടുണ്ട്. അത് മിശ്രഗതിയിലാണ് വരുന്നത്. ഇത് മിശ്രഗതിക്ക് ഉള്ള ഉദാഹരണങ്ങളാണ് ഇതൊക്കെ പറഞ്ഞത്. അത് 7/8 തക്കിട്ട തക്കതിമി, അത് ഒരടിയിൽ അത് വരുന്നതാണ് മിശ്രഗതി. ഇനി നമുക്ക് സങ്കീർണഗതിയിലേക്ക് പോകാം. 9/8 ആണ്. അത് 4, 6, 5, 7, 9 അങ്ങനെയാണല്ലോ. ഇതിന് 9ൻ്റെ ഉദാഹരണമാണ് സങ്കീർണഗതി. ആദ്യമേ ഒന്ന് പറയട്ടെ, സങ്കീർണഗതിയിലെ ഉദാഹരണമായിട്ട് ഒരു സിനിമാ പാട്ട് പോലും പാടി കേൾപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനൊരു പാട്ട് ഇറങ്ങിയിട്ടില്ല. സങ്കീർണം എന്ന് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ വളരെ സങ്കീർണമായതുകൊണ്ടായിരിക്കാം ആരും ആ ഗതിയിൽ പാട്ടുകൾ ചെയ്തിട്ടില്ല. ഒരു ഭാഷയിൽ ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഒരു പഴയ ഓർമ്മയിൽ നുസ്രത്ത് ഫാത്തeh അലി ഖാൻ എന്ന പാകിസ്ഥാനി ഗായകൻ, അദ്ദേഹത്തിൻ്റെ കവാലി ഒരു ആൽബത്തിനകത്ത് ഒരു സങ്കീർണഗതിയിലൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലാണ്, അന്ന് ഈ കാസറ്റിലാണ് അത് കേട്ടുള്ളത്. അപ്പോൾ സങ്കീർണഗതിയിൽ പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് സങ്കീർണഗതിയിൽ എനിക്കൊരു പാട്ട് പാടി അത് ബോധിപ്പിക്കാൻ, അതും ഈ പറഞ്ഞ പോലെ ഉള്ളവരത് ഷെയർ ചെയ്യുക, എനിക്കിവിടെ അറിയാം. ഈ സങ്കീർണഗതിയിൽ അതായത് തക്ക തിമ്മി തക്ക തക്കിട്ട തക്ക തിമ്മി തക്ക തക്കിട്ട അങ്ങനെയാണ് വരുന്നത്. ഇത് എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഈ അമ്പലത്തിൽ ഭജനയ്ക്കൊക്കെ പോകുമ്പോൾ പാടിയിട്ടുള്ളൊരു ഭജനപ്പാട്ടിൻ്റെ ഒരു 3-4 വരി ഓർമ്മ വരുന്നുണ്ട്. അത് ആരെഴുതിയാണെന്നോ ആര് സംഗീതം ചെയ്തതാണെന്നോ ഈ സിനിമയിൽ വന്നാണോ ഒന്നും എനിക്കറിയില്ല. അതൊരു 3-4 വരി എനിക്ക് ഓർമ്മ വരുന്നു. അത് മാത്രമേ എനിക്ക് പാടാൻ പറ്റുന്നുള്ളൂ. ശരവണ ഭവഗുഹ പരമകൃപാനിധേ അടിയനിലനുദിനം കൃപ ചൊരിയൂ. തൃനയന ശങ്കരൻ ഉമയുടെ സുതനിവൻ ഉലകിതിലേഴിലും ഉഴറിയവൻ. ഇത് ഇത്ര എനിക്ക് ഓർമ്മയുള്ളൂ. ഇത് ഇങ്ങനെയാണോ എൻ്റെ ട്യൂണൊന്നും പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് സങ്കീർണഗതിയായിട്ടാണ് തോന്നുന്നത്. താളങ്ങളുടെ ഗതികളെക്കുറിച്ച് ഇത്രയൊക്കെയാണ് പൊതുവെ പറയാനുള്ളത്. എല്ലാവർക്കും ഇത് ഏറെക്കുറെ പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോകാതിരിക്കാനാവില്ല. കാരണം ഈ 5 ഗതികളെക്കുറിച്ചും സാമാന്യേന സിനിമാ പാട്ടുകളിലൂടെയും വൃത്തങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഇതിലൊതുങ്ങി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് കടക്കണം. മറ്റ് താളപദ്ധതികളുണ്ടായിരുന്നു, അവയെ പറ്റിയൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് അടുത്തൊരു എപ്പിസോഡും കൂടെ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.